2 മാസം മുമ്പ് ആതിരപ്പള്ളിയിൽ ഒരു ജലാശയത്തിൽ ഒരാന അതിന്റെ മസ്തകത്തിൽ മുറിവ് പറ്റി നിൽക്കുകയും അത് ഏതോ ഒരു വകന്ത ഒരു റിപ്പോർട്ടർ ആയിരിക്കാം, ഒരു നവമാധ്യമ ഇൻഫ്ലുവൻസർ ആകാം, ആ വകന്ത എടുത്ത് പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാകുകയും BGM-ഉം സങ്കടക്കടലുമായി അത് കേരളം മൊത്തം പാറിപ്പറന്ന ഒരു ന്യൂസ് ആയിരുന്നു. ഗവൺമെന്റിന് തലവേദനയായി. സർക്കാർ എന്ത് ചെയ്തു? നമ്മളുടെ അരുൺ സഖറിയ, അദ്ദേഹം ഒരു വന്യജീവി വെറ്റിനറി ഡോക്ടറാണ്, സർജനാണ്. അദ്ദേഹത്തിനെ വിളിച്ചു, അതിനെ മയക്കുവെടി വെച്ചു, അതിന് ചികിത്സ കൊടുത്തു. പിന്നെയും അതിൻ്റെ വ്രണം കൂടി. പിന്നെയും അരുൺ സഖറിയും കോന്നിന്ന് താപ്പാനകളെയും വിളിച്ചുകൊണ്ട് അധിക ചെലവെടുത്തുകൊണ്ട്, ഒത്തിരി സർക്കാർ ചെലവുകൾ എടുത്തുകൊണ്ട് അതിനെ പിടിച്ച് അഭയാരണ്യത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന കണക്കുകൂട്ടൽ കൂടുണ്ടാക്കി, ക്രോഡുണ്ടാക്കി അതിനകത്ത് കയറ്റി 2 ദിവസത്തിനുള്ളിൽ അത് ചത്തുപോവുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആനയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആനയ്ക്ക് പരിക്ക് പറ്റുന്നത് സർവ്വസാധാരണമാണ്. നമുക്കറിയാം, നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് പ്രജനന സമയത്ത് ആണാനകൾ തമ്മിൽ, കൊമ്പനാനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയും ഒരെണ്ണം ചാവുകയും അല്ലെങ്കിൽ ഒരെണ്ണത്തിന് പരിക്ക് പറ്റുകയും ചെയ്യും. ഈ പരിക്ക് പറ്റുന്ന ആന ആ ഒരു ബൗണ്ടറിയിൽ നിന്നും ഇതിന്റെ ആ ഒരു ഏരിയയിൽ നിന്നും പലായനം ചെയ്യുകയും അത് എവിടെ പോയെങ്കിലും ചെരിയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സർവ്വസാധാരണമായി നടക്കുന്നതാണ്. നേച്ചറിന്റെ ഒരു കോളാണത്. അരുൺ സക്രിയ തന്നെ പറയുകയുണ്ടായി, 12 പോസ്റ്റ്മോർട്ടം ഇതുപോലത്തെ കൊമ്പനാനകളുടെ മരണത്തിന് പോസ്റ്റ്മോർട്ടം പുള്ളി ഈ ഒരു സീസണോടുകൂടി ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തന്നെ അമിതമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്താ മാധ്യമ ചാനലുകളുടെ കടന്നുകയറ്റവും ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഇരട്ടി ലക്ഷക്കണക്കിന് ഏകദേശം കോടിക്കടത്ത് പൈസ ചെലവാക്കിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. കാര്യം ഒരാവശ്യവുമില്ലാത്ത പ്രവൃത്തിയായി പോയി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും. സത്യത്തില് ആന എന്നത് ഒരു വന്യജീവിയാണ്. അത് വന്യതയിൽ ജീവിക്കേണ്ടതാണ്. പണ്ട് നമ്മളുടെ ആൾക്കാര്, പൂർവീകന്മാര് അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് മെരിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു മെരിക്കുക എന്നുള്ള, അടിച്ചു മെരുക്കി അതിനെ അടിമയാക്കി വലിയ വലിയ ജോലികൾ, തടി പിടിക്കുക, കല്ല് കയറ്റുക, അങ്ങനെയുള്ള വലിയ വലിയ ജോലികൾ, മനുഷ്യന്റെ കായിക ബലത്തിന് ശേഷിയില്ലാത്ത ജോലികൾ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ആനകളെ മെരിക്കിയത്. ഇപ്പം ബുൾഡോക്സറായി പല എക്സ്കവേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ മനുഷ്യൻ, അതായത് ആനപ്രേമികൾ എന്ന് പറയുന്ന ഒരു സമൂഹം, ഈ ആനയെ ഏതാണ്ട് പട്ടിക്കുട്ടി എന്ന കണക്കെയാണ് കാണുന്നത്. ആനയെ കൊഞ്ചിക്കുന്നു, ആനയെ ലാളിക്കുന്നു, ആനയെ കുളിപ്പിക്കുന്നു, ആനയ്ക്ക് പൊട്ടു ചാർത്തുന്നു, അതിന് BGM ഇടുന്നു. ഇതിലൊക്കെ രസം. ഇപ്പം പൂരപ്പറമ്പുകളിൽ വേറൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്, തലപ്പൊക്ക മത്സരം. പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപാടാണ്. പൂരത്തിന് തടമ്പെടുക്കുക, അതിനെ തലപൊക്കി നിർത്തുക, കുത്തുക, ഇടിക്കുക, തന്മൂലം ആന തെറ്റുക, ജനങ്ങളിലേക്ക് പോവുക, ജനങ്ങൾ മരിക്കുക, കേസിന് പോവുക. കോടതിക്ക് ഒരു നിർവാഹവുമില്ല ഈ ജനങ്ങളുടെ വികാരത്തിനെ ശമിപ്പിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കോടതി പറയുക, സപ്പോസ് കോടതി പറയുക, ഈ നമ്മുടെ തൃശ്ശൂർ പൂരം നടത്താൻ പറ്റില്ല, ആനകളെ അങ്ങനെ നിർത്താൻ പറ്റില്ല. അവിടെ എന്തുണ്ടായി? അവിടെ വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ കോട്ടയത്ത് പകൽപൂരം ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി ഇടപെടുക, നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടാകും. അപ്പം ഇതൊരു മതപരമായിട്ടുള്ള ഒരു ആചാരമാണ്, ആന ഏതാണ്ട് പുണ്യമാണെന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. നിങ്ങൾക്കറിയാം, നാട്ടാനകളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്ന ഒരു സാധനം പാത്തുമ്മ അക്ബർ എന്ന് പറയുന്ന കോഴിക്കോട് ഒരു വീട്ടിൽ, ഒരു തടി മുതലാളിയുടെ വീട്ടിൽ ജനിച്ച ഒരു ആനയാണ്. ആ ആന 25 പേരെ കൊന്നിട്ടുണ്ട്. വിജയൻ പിള്ള എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പാപ്പാൻ അതിനെ ഒരു 5 വർഷം വഴി നടത്തിയിട്ടുണ്ട്. അപ്പോ വീട്ടിലുണ്ടായ ആനയാണ് ഇത്രയും പേരെ കൊന്നത്. സത്യം പറഞ്ഞാൽ ആന ഒരു വന്യമായിട്ടുള്ള സ്വഭാവമുള്ള, ഒരിക്കലും ഇണങ്ങത്തില്ലാത്ത ഒരു ജീവിയാണ്. അത് കാട് കയറി മണ്ണ് പറ്റിച്ച്, മണ്ണ് കുത്തിയെറിഞ്ഞ്, അതായത് ഒരു വാക്കുണ്ട്, മദ്ദേവൻ പാംസു സ്നാനം
കൊണ്ടല്ലോ സന്തോഷിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. അതായത് മദ്ദേവൻ എന്ന് പറയുന്ന ആന ചെളിയിൽ കുളിച്ചാലേ അതിന് സന്തോഷമാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടുജനങ്ങൾ അതിനെ കൊണ്ടുവന്ന് കിടത്തി കല്ല്, സോപ്പ്, സൺലൈറ്റ്, ഉജാല എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇട്ട് തേച്ച് കുളിപ്പിച്ച് കൊമ്പൊക്കെ ക്ലീൻ ചെയ്തു പൂരപ്പറമ്പുകളിലും ചന്ദനക്കുടത്തിലും മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ കൊണ്ട് നിർത്തുകയാണ്. വെറും ദാരുണമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ചിന്താഗതി പോകുന്നത്. ഇന്നിപ്പോ ഇവിടെ നടന്നിരിക്കുന്നത് ആറളം ഫാമില്, ആറളം ഫാം എന്ന് പറയുന്നത് കണ്ണൂരില് ഒരു ആദിവാസി ഏരിയയാണ്, ഒരു ഫാമാണ്. അവിടെ രണ്ട് ആൾക്കാരെ, ഒരു ഭാര്യയും ഭർത്താവിനെയും ആന ചവിട്ടിക്കൊല്ലുന്നു. അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനകത്ത് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വീഴ്ചയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാര്യം ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അന്ന് വയനാട്ടിൽ പുലി ഇറങ്ങിയപ്പോൾ നമ്മുടെ വനമന്ത്രി കോഴിക്കോട് ഒരു റാമ്പ് പോക്കിൽ ഹിന്ദി പാട്ട് പാടുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോ ഇവിടെ പാർട്ടിയല്ല, ഇവിടുത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തദൈവ എന്നുള്ളതാണ്. രണ്ടും കൊള്ളത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോടനാടുണ്ട്, അഭയാരണ്യമുണ്ട്, പിന്നെ കോന്നിയുണ്ട്. ആനയെ പരിപാലിക്കുന്ന കേന്ദ്രമാണ്. ഈ കോടനാട് ഏതാണ്ട് 50 മേലിൽ ആനയുണ്ട്, അഭയാരണ്യത്തിൽ ഏതാണ്ട് 60 മേലിൽ ആനയുണ്ട്, കോന്നിയിൽ ഏതാണ്ട് 5-6 ആനയുണ്ട്. അപ്പോ ഇതിനെയൊക്കെ ചുമ്മാ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ടൂറിസത്തിന് വേണ്ടി ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇതിനെ പരിപാലിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നിർഭാഗ്യമാണ് ഇങ്ങനെ പറയുന്നത്. കാര്യം ഈ ആനകളെ നമുക്ക് കുങ്കി ആനയായിട്ട് ഉപയോഗിച്ച് ഈ നാട്ടുകാരെ രക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അതായത് നമ്മളുടെ ഫോറസ്റ്റ് റേഞ്ച് ഏതാണ്ട് 8ഓളം ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട്. ഇടുക്കി, വയനാട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ കൊല്ലം, അങ്ങനെ 8ഓളം ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിൽ ഓരോ റേഞ്ചിലും ഒരു 5 കുങ്കിയാനെ വെച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വന്യജീവി ശല്യത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമായിട്ട് നമുക്കതിനെ കാണാം. നിങ്ങൾക്കറിയാം, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും എമാന്മാരും ഉപയോഗിക്കുന്നത് സ്കോർപിയോ, കൂർക്ക, AC വണ്ടികൾ മാത്രമേ ഉള്ളൂ. അവരുപയോഗിക്കുന്ന ഈ വണ്ടി സ്ഥിരമായിട്ട് ടൗണിലാണ് കടന്നോടുന്നത്. കോഴിക്കോട് സിറ്റിക്കകത്താണ് കടന്നോടുന്നത്, ഇടുക്കി സിറ്റിക്കകത്താണ്. ഇവർ ഈ കാട്ടിലേക്ക് പോകാനോ ഡ്യൂട്ടി ചെയ്യാനോ എവർക്കൊരു താല്പര്യവുമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, യവന്മാർക്ക് ഈ വണ്ടി കൊടുക്കാതെ ഒരു റേഞ്ച് ഓഫീസിൽ ഒരു 4-5 ജീപ്പുകൾ വിത്തൗട്ട് AC, വിത്ത് 4x4 ഡ്രൈവുള്ള ജീപ്പുകൾ കൊടുക്കുക. എന്നിട്ട് കോടനാട്ട് അല്ലെങ്കിൽ ഈ അഭയാരണ്യത്തിൽ നിന്നും ടേം ചെയ്ത കുങ്കിയാനകളെ ഓരോ റേഞ്ചിലും കൊണ്ട് ഒരു 4-5 കുങ്കിയാനകളെ നിർത്തി പരിപാലിക്കുക. അപ്പൊ അതിനുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, ഇപ്പൊ വയനാട്ടിൽ തന്നെ എന്ത് വിഷയം നടന്നു, ഒരു പുലി ഇറങ്ങി ഒരു സ്ത്രീയുടെ പകുതി കഴിച്ചുകൊണ്ട് പോയി. അവിടെ തന്നെ കടുവയാണ് ഈ പകുതി സ്ത്രീയെ കഴിച്ചത്. പുലി ഇറങ്ങി, പിന്നെ ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു, ജനങ്ങളെ കൊല്ലുന്നു. രാവിലെ എഴുന്നേക്ക് നോക്കുന്നത് ആനയുടെ മുഖത്തോട്ടോ അല്ലെങ്കിൽ പുലിയുടെ മുഖത്തോട്ടോ ആണ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരോടും അവർക്ക് പറയാൻ നിർവാഹമില്ല. അത് അവരുടെ തന്നെ കുറ്റമാണ്. 4 ലക്ഷം വോട്ടിനാണ് ഈ കൊച്ചുമകളെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളെ അവിടുന്ന് ജയിപ്പിച്ചു വിട്ടത്. അദ്ദേഹത്തിന്, ആ സ്ത്രീക്ക് വയനാട് എന്താന്ന് പോലും ഇപ്പൊ അറിയാൻ മേലത്തെ അവസ്ഥയാണ്. അപ്പോ അവർക്ക് പ്രതിനിധികളോട് പറയാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഓരോ റേഞ്ചിലും അല്ലെങ്കിൽ ഏത് റേഞ്ചിന്റെ കീഴിലാണ് ഇങ്ങനെ ഒരു വൈൽഡ് ആനിമൽ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്, അവിടെ അന്നേരം 2-3 കുങ്കിയാനകളെ എളുപ്പം ഇറക്കാവുന്ന തക്ക രീതിയിൽ ഓരോ റേഞ്ചിലും ഒരു 5-6 കുങ്കിയാന ഉണ്ടായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പോൾ ടൂറിസം ഡെവലപ്മെന്റ് പറഞ്ഞ് അഭയാരണ്യം, കോടനാട്, അവിടെ ഇവിടെയൊക്കെ ഈ 10-100 ആനകളെ പരിപാലിക്കുകയാണ്. ഒരാനയെ പരിപാലിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും ദിവസം വേണം.
അങ്ങനെ ഒരു 100 ആനകളും അതിന്റെ പാപ്പാനെയും അവിടുത്തെ ജോലിക്കാരെയും ഒന്ന് ആലോചിച്ച്, ജനത്തിന് വല്ലോ നന്മയുള്ള കാര്യമാണോ? ഈ മനുഷ്യൻ പരിപാലിക്കേണ്ട ഒരു മൃഗമാണോ ആന? ഒരിക്കലുമല്ല. ആന കാട്ടിൽ ജീവിച്ച് അത് മനുഷ്യനെ പോലെ തന്നെ പ്രകൃതി സൃഷ്ടിച്ച ഒരു ജീവജാലമാണ്. മനുഷ്യനല്ല ഇവിടുത്തെ ദൈവം. മനുഷ്യനല്ല ബാക്കിയുള്ള മൃഗങ്ങളെ നോക്കുന്നതും പരിപാലിക്കുന്നതും. ഇതൊന്നും മനുഷ്യന്റെ ഇടപാടിൽ പെടുന്നതല്ല. മനുഷ്യന്റെ കടമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും അവന്റെ മനുഷ്യജീവികൾക്കും മനുഷ്യ ജീവികൾക്കും ജീവിക്കാനുള്ള അവസരം ഭരണകൂടം ഉണ്ടാക്കി കൊടുക്കുന്ന, അതായത് മനുഷ്യൻ ഭരിക്കുന്ന മനുഷ്യ ഭരണകൂടം അവന്റെ സഹജീവികൾക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അവൻ പല മാർഗങ്ങളും ഏറ്റെടുക്കും. പണ്ടത്തെ കാലത്ത് ആനയെ പിടിച്ച് മൃഗീയമായി പീഡിപ്പിച്ച് മെരുക്കിയെടുത്ത് തടി വലിക്കാനും മനുഷ്യന്റെ ആരോഗ്യത്തിൽ കവിഞ്ഞ് ഉള്ള പ്രവൃത്തി അല്ലെങ്കിൽ വർക്കുകൾ ചെയ്യാനും ആനകളെയും പശുക്കളെയും കുതിരകളെയും ഒക്കെ ഉപയോഗിച്ചു. അത് അതിനു വേണ്ടിയാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച മൃഗങ്ങളാണിത്. അല്ലാതെ മനുഷ്യന് ഇതിനെ പരിപാലിക്കാനോ ഇതിനെ ലാളിക്കാനോ കൊഞ്ചിക്കാനോ ഒരു ആവശ്യവുമില്ല, ഒരു കടമയുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആറളം ഫാമില് ദാരുണമായി ഒരു കപ്പിൾ, അതായത് ഭാര്യയും ഭർത്താവിനെയും ആന ചവിട്ടിക്കൊന്നു. അത് ആദിവാസി ജനസമൂഹമാണ്. അവര് രാവിലെ പണിക്കിറങ്ങിയതാണ്. അവർക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നുമില്ല. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ഒരു ജോലിക്ക് വേണ്ടി അവരിറങ്ങുന്നു. അവര് ആനയാൽ കൊല്ലപ്പെടുന്നു. അവർക്ക് പറയാൻ അറിയത്തില്ല, അവർക്ക് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അവിടുത്തെ ആ ഊരിലെ ആൾക്കാര് അവർക്ക് ആരോട് ഇത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. എത്രയോ ആദിവാസി ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം 528 വില്ലേജുകളുണ്ട്, ആദിവാസി സെറ്റിൽമെന്റ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവിടെയൊക്കെ ദാരുണമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഈ ഗവൺമെന്റോ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അവരെ ശരിക്കും ഒരു മനുഷ്യരാക്കി കണക്കാക്കുന്നില്ല. നമുക്ക് മനോരമ ന്യൂസിനകത്ത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. സത്യം പറഞ്ഞ അവന്മാരെ വിളിക്കുക, അവന്മാര് വരിക പോവുക, 2 പടക്കം പൊട്ടിക്കുക, ഇതാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആനയെ പിടിച്ച് ചുമ്മാ വളർത്തി പരിപാലിച്ച് ഗവൺമെന്റിന്റെ ചെലവിൽ അതിനെ ട്രെയിൻ ചെയ്ത് അഭയാരണ്യോ അല്ലെ കോടനാടോ കോന്നിയോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പരിപാലിക്കുന്ന ഈ ആനയെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഈ 8 റേഞ്ച് ഉണ്ടെങ്കിൽ ഇടുക്കിയിലാണേലും വയനാട്ടിലാണേലും പാലക്കാടാണേലും ആ ഏരിയയിൽ ഒരു 5-6 കുങ്കിയാനകളെ പാർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, അല്ലെ? മനുഷ്യന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യൻ ആയിട്ടുള്ള മനുഷ്യന്റെ ഭരണകൂടം മനുഷ്യന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിൽ നിന്നും അഴിമതി ഉണ്ടാക്കുക, അതൊന്നും അല്ല വേണ്ടത്. ഈ ആറളം ഫാമില് 2016 ഒരു കാട്ടാനെ വെടിവെച്ചു കൊന്നു. ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടിച്ചു. അപ്പം ഇവിടെ മനുഷ്യന് ജീവിക്കാൻ ഒരു അവകാശമോ ഒരു അവസരമോ ഈ പറയുന്ന ഏതൊരു പാർട്ടിയുടെ സർക്കാരും ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. വേണം, എല്ലാ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം. അപ്പോ പോച്ചിങ്, അതായത് വേട്ടയാടുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൂട്ടാൻ നമ്മുടെ കേരളത്തിൽ നിരോധിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം, നിരോധിച്ചിരിക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ വംശനാശ ഭീഷണിയിലേക്ക് കിടത്തരുത്. എന്നിരുന്നാലും നമ്മളെ ശല്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അത് എന്തു വിലയും കൊടുത്ത് അത് തടയുകയാണ് ചെയ്യേണ്ടത്. കൊല്ലേണ്ടതിനെ കൊല്ലുക, തിന്നേണ്ടതിനെ തിന്നുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.